പിതാവിൻ്റെയും പുത്രൻ്റെയും റൂഹാദ് ഖുദ്ദൂസായുടെയും നാമത്തിൽ എന്നേക്കും ആമേൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള ഭാഗത്തെപ്പറ്റി നമുക്ക് ഇന്ന് ധ്യാനിക്കാം. ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം ക്രിസ്തുവിൻ്റെ സുവിശേഷം അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിക്കുകയും ചെയ്തതായിട്ടുള്ള ഗലാത്യ സഭ പിന്നീട് ചില തെറ്റായ പഠിപ്പിക്കലിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ക്രിസ്തുവിൽ നിന്ന് വ്യതിചലിച്ച് ജീവിക്കുന്ന ഒരു അനുഭവമുണ്ടാകുന്നു. അങ്ങനെ വ്യതിചലിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ഗലാത്യ സഭയിലുള്ളവർക്ക് പൗലോസ് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് ഈ ഗലാത്യ ലേഖനത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അപ്രകാരത്തിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുവാനായിട്ട് പൗലോസ് ശ്രമിക്കുന്നു. ക്രിസ്തു നൽകിയ വലിയ സ്വാതന്ത്ര്യത്തിൻ്റെ നന്മയെ ആസ്വദിക്കുവാനും മറ്റുള്ളവർ നൽകുന്നതായിട്ടുള്ള അടിമത്തത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വിട്ട് ഒഴിഞ്ഞു മാറി നിന്നുകൊണ്ട് നമ്മുടെ ഇടയിൽ ഭിന്നത വരുത്തുന്നവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനുള്ള വലിയ ആഹ്വാനം കൂടെ പൗലോസ് ഈ സഭയ്ക്കായിട്ട് നൽകുന്നു. അതുതന്നെ ഇന്നും നമ്മളോട് നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് ഏറെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം. ഇന്നത്തെ ഈ ധ്യാനത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന സാഹോദര്യം എന്നുള്ള വിഷയവുമായിട്ട് ബന്ധിപ്പിച്ച് അല്ലെങ്കിൽ ഒരു ശീർഷകം നൽകിക്കൊണ്ട് ആരംഭിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വേദഭാഗവുമായി ബന്ധപ്പെട്ട് 2 ചിന്തകളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, സാഹോദര്യം കരുതലോടുകൂടിയ തിരുത്തപ്പെടലുകളിലൂടെ. വിശുദ്ധ അപ്പോസ്തലൻ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങളിലെ ഇപ്രകാരം പറയുന്നു: സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ച് കൊള്ളുവിൻ. സൗമ്യതയിലൂടെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന പൗലോസ്. നാം നോക്കുക, നമ്മിൽ നിന്ന് തെറ്റിപ്പോയവരെ നമ്മളോട് ചേർത്ത് നിർത്തുവാനുള്ള ഒരു സന്നദ്ധത നമുക്ക് കാണിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവന് സംഭവിച്ചതായിട്ടുള്ള ഏതെങ്കിലും തെറ്റായ പഠിപ്പിക്കലുകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം അവൻ തെറ്റിപ്പോകുവാനായിട്ട് ഇടയായത്. ഇവിടെ തെറ്റായ പഠിപ്പിക്കലുകൾ ഗലാത്യ സഭയിൽ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവർ തെറ്റിപ്പോകുന്ന അവസ്ഥയിലേക്ക് കടന്നുപോയപ്പോൾ അവരോട് പറയുകയാണ്, തെറ്റാതെ നിൽക്കുന്നതായിട്ടുള്ള നീതിമാന്മാർ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾ അവരെ വളരെ സ്നേഹത്തോടുകൂടെ കരുതലോടുകൂടെ ചേർത്ത് നിർത്തണമെന്ന്. അവിടെ കരുതലോടുകൂടെ സൗമ്യതയോടുകൂടെ അവരെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്നതിന് ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: നിങ്ങളും വഞ്ചിക്കപ്പെടാതിരിക്കുവാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയാണ് നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നത്? നിങ്ങൾ അവരെക്കാൾ വലിയവരാണെന്നുള്ള ബോധ്യം നിങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളും പരീക്ഷിക്കപ്പെടുവാനും തെറ്റിലേക്ക് കൂടുതൽ അടുത്തു പോകുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്രിസ്തു എന്താണോ നിങ്ങളോട് ആവശ്യപ്പെട്ടത്, ക്രിസ്തു എന്താണോ നിങ്ങളോട് സുവിശേഷത്തിലൂടെ അറിയിച്ചത്, അത് നിങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക. അവരെ സൗമ്യതയോടുകൂടെ യഥാസ്ഥാനപ്പെടുത്തുക. അപ്പോൾ കരുതലോടുകൂടെയുള്ള യഥാസ്ഥാനപ്പെടുത്തൽ നമുക്ക് ആവശ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ചുറ്റുമുള്ള നമ്മുടെ സഹോദരരെ ചേർത്ത് പിടിക്കുവാനും തെറ്റിപ്പോയവരെ അഴുകിലേക്ക് കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കണം. അവിടെയും നമുക്കും ഒരു കരുതലിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ എവിടെയാണ്, ഏതവസ്ഥയിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം, നമ്മുടെ പാപങ്ങളെ പറ്റിയുള്ള കൃത്യമായ ധാരണയോടുകൂടെ വേണം നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട്. കരുതലോടുകൂടിയുള്ള യഥാസ്ഥാനപ്പെടുത്തൽ സാഹോദര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മെ വഴി നടത്തും. രണ്ടാമതായി, സാഹോദര്യം എളിമ നൽകുന്ന തുല്യതയിലൂടെ. സാഹോദര്യം എളിമ നൽകുന്ന തുല്യതയിലൂടെ. പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നീ അല്പനാണ് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. അല്പനായ നിനക്ക്
മറ്റുള്ളവനേക്കാൾ കൂടുതൽ മഹിമയുണ്ടെന്ന്, മഹത്വമുണ്ടെന്ന് സ്വയം പ്രശംസിച്ചു കഴിഞ്ഞാൽ അവിടെ സാഹോദര്യത്തിൻ്റെ അനുഭവം ഉണ്ടാകുകയില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നാം വീണ്ടും തെറ്റിലേക്ക് പോകുവാൻ മാത്രമേ ഇടയായി തീരുള്ളൂ എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, നിന്റെ സഹോദരൻ, നിന്റെ കൂട്ടാളി അല്ലെങ്കിൽ നിന്റെ ചുറ്റുമുള്ള ഏവനും നിന്നെപ്പോലെ തന്നെയാണ് എന്നുള്ള ബോധ്യം നിനക്കുണ്ടാകണം. അവനവനെ ആത്മപരിശോധന ചെയ്തിട്ട് വേണം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കുവാനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ അവനേക്കാൾ വലിയ തെറ്റ് ചെയ്തിട്ടുള്ളവരാകാം നമ്മൾ, അവരെക്കാൾ വലിയ വിഴുപ്പുകെട്ട് ചുമക്കുന്നവരാകാം നമ്മൾ. അങ്ങനെയുള്ള വിഴുപ്പുകെട്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് അത് മാറ്റിവെക്കുവാനായിട്ട് തുനിയുകയും അതിനനുസൃതമായിട്ട് ഞാൻ എളിയവനാണ്, ഞാൻ അല്പനാണെന്നുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ദൈവം നമ്മെ മുന്നോട്ട് നയിക്കുകയുള്ളൂ. വാക്യം 3 ഇപ്രകാരത്തിൽ പറയുന്നു, ഞാൻ അല്പനായിരിക്കെ മഹാനാകുന്നു എന്ന് ഒരുത്തൻ നിരൂപിച്ചാൽ തന്നെത്താൻ വഞ്ചിക്കുന്നു. തനൽപ്പനായിരിക്കുന്നു, അപ്പോൾ ഞാൻ വലിയവനെന്ന് നിരൂപിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പറയുന്നു, ഓരോരുത്തൻ താൻ്റെ പ്രവൃത്തി ശോധന ചെയ്യട്ടെ, എന്നാൽ അവൻ്റെ പ്രശംസ മറ്റൊരുത്തനെ കാണിക്കാതെ തന്നിൽ തന്നെ അടക്കി വയ്ക്കും. ഓരോരുത്തൻ താൻ്റെ ചുമട് ചുമക്കുമല്ലോ. 4ഉം 5ഉം വാക്യങ്ങൾ. ഓരോരുത്തരെ ചുമക്കുവാനായിട്ട് താൻ്റെ ചുമടുകളുണ്ട്. ആ ചുമടുകളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തോടുകൂടെ പ്രവർത്തിക്കുവാനും എൻ്റെ ചുറ്റുമുള്ളവരെ നന്മയിലേക്ക് വഴി നടത്തുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഇന്ന് ഈ ലോകത്തിൽ ഏറെ ആവശ്യമായിരിക്കുന്നതും ഇതുതന്നെ. നമ്മൾ നോക്കുക, ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ പലരുടെയും പഠിപ്പിക്കലുകൾ ഭിന്നത സൃഷ്ടിക്കുന്നു എന്ന് പറയുമ്പോൾ പരിച്ഛേദനക്കാരും പുതിയതായിട്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യരെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ പുതിയ സൃഷ്ടിയാകുമ്പോൾ പുതിയതിനെക്കുറിച്ച്, പുതിയ അനുഭവങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചിന്തകൾ ഉണ്ടാകട്ടെ എന്നാണ്. അവിടെ സാഹോദര്യത്തിന് വലിയ സ്ഥാനമുണ്ട്. ആ സ്ഥാനം കണ്ടെത്തി മനസ്സിലാക്കി പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതെ, സാഹോദര്യം യഥാസ്ഥാനപ്പെടുത്തലിൻ്റെ, അത് സൗമ്യതയോടുകൂടിയുള്ള യഥാസ്ഥാനപ്പെടുത്തലിൻ്റെ അനുഭവമാണ്. അനുഭവത്തിലൂടെ കടന്നു പോകുവാനായിട്ട് എന്നെയും നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോടുകൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.